അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിൽ നാം പറയുന്നത് വിശുദ്ധ ഖുർആനിലെ 92-ാം അധ്യായം മക്കയിൽ അവതരിച്ച സൂറത്തുൽ ലൈൽ എന്ന സൂറത്തിലെ 21 വചനങ്ങളിൽ 15-ാം വചനം മുതൽ ബാക്കിയുള്ളതിൻ്റെ അർത്ഥവും ആശയവുമാണ്. 14-ാം വചനത്തിൽ ഫഅൻദർതുക്കും നാറൻ തലല്ലാ, അതുകൊണ്ട് ആളിക്കത്തുന്ന നരകത്തെക്കുറിച്ച് ഞാനിതാ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ നാം നിർത്തിയത്. ഇനി ബാക്കി ഭാഗത്തിലേക്ക് പോകുമ്പോൾ ലാ യസ്ലാഹ ഇല്ലൽ അഷ്കല്ലദീ കദ്ദബ വതവല്ല. ലാ യസ്ലാഹ, ആ നരകത്തിലേക്ക് അല്ലെങ്കിൽ ഈ ആളിക്കത്തുന്ന നരകത്തിലേക്ക് കടക്കൂല. ഇല്ലൽ അഷ്ക, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാൻ മാത്രമേ കടക്കുകയുള്ളൂ. അല്ലദീ, എങ്ങനത്തെ നിർഭാഗ്യവാന്? കദ്ദബ, അവൻ കളവാക്കി, നിഷേധിച്ചു. വതവല്ല, പിന്തിരിഞ്ഞു കളയുകയും ചെയ്തു. ലാ യസ്ലാഹ ഇല്ലൽ അഷ്കല്ലദീ കദ്ദബ വതവല്ല, അങ്ങേയറ്റത്തെ നിർഭാഗ്യവാനായ, സത്യത്തെ നിഷേധിക്കുകയും പിന്തിരിഞ്ഞു കളയുകയും ചെയ്ത നിർഭാഗ്യവാനായ മനുഷ്യനല്ലാതെ ആ നരകത്തിൽ പ്രവേശിക്കുകയില്ല. വസയുജന്നബുഹൽ അത്ഖാ, വസയുജന്നബുഹ, അതിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും, ഈ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടും. അൽ അത്ഖാ, വളരെ സൂക്ഷ്മതയുള്ളവനെ. അല്ലദീ, എങ്ങനത്തെ അല്ലദീ യൂതി മാലഹു യതസക്കാ, അല്ലദീ, എങ്ങനത്തെ സൂക്ഷ്മതയുള്ളവനാണ്. യൂതി മാലഹു, തൻ്റെ ധനം അവൻ കൊടുക്കും. യതസക്കാ, പരിശുദ്ധി നേടുകയും ചെയ്യും. തൻ്റെ ധനം കൊടുത്ത് പരിശുദ്ധി നേടുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ പരിശുദ്ധി നേടാനായി തൻ്റെ ധനം കൊടുക്കുന്നവൻ ഈ നരകത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുമെന്നാണ് അസയുജന്നബുഹൽ അത്ഖല്ലദീ യൂതി മാലഹു യതസക്കാ എന്ന 2 വചനത്തിൻ്റെ ആശയം വരുന്നത്. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, വമാലി അഹദിൻ, ഒരാൾക്കുമില്ല, ഇൻദഹു, അവൻ്റെ അടുക്കൽ, മിൻ നിഅമത്തിൻ, യാതൊരു ഔദാര്യവും അല്ല അനുഗ്രഹവുമില്ല, തുജ്സ, പ്രത്യുപകാരം ചെയ്യേണ്ട. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സ, പ്രത്യുപകാരം ചെയ്യേണ്ട യാതൊരു ഔദാര്യവും അവൻ്റെ പക്കൽ ആർക്കുമില്ല. ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹി, തൻ്റെ നാഥൻ്റെ പ്രീതി നേടുക എന്നതല്ലാതെ, അഅ്ലാ, അത്യുന്നതനായ, ഇല്ലബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ, തൻ്റെ അത്യുന്നതനായ നാഥൻ്റെ പ്രീതി നേടുക എന്നതല്ലാതെ അവന് ഒരാളിൽ നിന്നും യാതൊരു ഔദാര്യവും അവൻ്റെ പക്കലില്ല. വലസൗഫ യർളാ, പിന്നീട് അവൻ തൃപ്തനാവുകയും ചെയ്യും.
ഈ സൂറത്തിലെ വചനങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, അള്ളാഹു രാത്രിയെയും പകലിനെയും എല്ലാം വിളിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് പരലോകത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. ദുനിയാവിൽ നിന്ന് ധർമ്മം ചെയ്തവർക്ക് അതിൻ്റെ പ്രതിഫലവും പിശുക്കന്മാർക്ക് അതിൻ്റെ പ്രതിഫലവും, പിശുക്കന്മാർ നരകത്തിലേക്ക് കടക്കുമെന്നും തൻ്റെ സമ്പത്ത് നൽകിക്കൊണ്ട് ആത്മവിശുദ്ധി നേടിയവൻ വിജയിച്ചു എന്നുമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിലും ആത്മവിശുദ്ധി നേടുന്നവരിലും നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഫാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഉസ്താദുമാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട്. സാൽപാക്ക് ട്രേഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന, അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത്. 1000 രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം. അതിന് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ്. മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പുവരുത്താൻ കഴിയുന്നതാണ്. എല്ലാവർക്കും സഹകരിക്കാം. തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസ്സിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ്. ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ കുടിക്കാനും അവസരം കിട്ടും. കാരണം നമുക്കറിയാം, ചായപ്പൊടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓർഗാനിക് ചായപ്പൊടി എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ്. സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്.